നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 79.63. EVM-ലെ വോട്ടുകൾക്കൊപ്പം തപാൽ വോട്ട് കൂടി കൂട്ടുമ്പോഴാണ് ഈ കണക്ക്. അന്തിമ കണക്കിൽ ഇനിയും വ്യത്യാസം വരും. ഇനി ഉൾപ്പെടുത്താനുള്ളത് സർവീസ് വോട്ട് കണക്കുകൾ മാത്രമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. വോട്ട് കണക്ക് വൈകിട്ടില്ലെന്നും 3 ദിവസം മാത്രമാണ് എടുത്തതെന്നും രത്തൻ ഖേൽക്കർ വിശദീകരിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കണക്കനുസരിച്ച് 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിനൊപ്പം പോസ്റ്റൽ വോട്ട് കൂടി കൂട്ടിയപ്പോഴാണ് ശതമാനം ഉയർന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ വോട്ട് കണക്ക് കമ്മീഷൻ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇത് പ്രകാരം ആകെ വോട്ട് ചെയ്തത് 1,35,068 ഉദ്യോഗസ്ഥരാണ്. കമ്മീഷന്റെ കണക്ക് പ്രകാരം 1,40,50,000 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. 9,932 ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തോ എന്നതിൽ വിശദീകരണം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്, 15,007. ഏറ്റവും കുറവ് ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തത് വയനാട്, 3,298. കഴിഞ്ഞ മാസം 31 മുതൽ ഏപ്രിൽ 8 വരെയുള്ള കണക്കാണിത്. 1982 ശേഷമുള്ള ഏറ്റവും മികച്ച പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേതെന്ന് തെരഞ്ഞെടുപ്പിന്റെ ആവേശം വ്യക്തമാക്കുന്നുണ്ട്. 1987 രേഖപ്പെടുത്തിയ 80.54% കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ കണക്കുകൾ പുറത്തുവിടാത്തത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. പോളിംഗ് ശതമാനവും പോസ്റ്റൽ വോട്ടുകളുടെ വിവരങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് സുതാര്യത ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് കത്തയച്ചിരുന്നു. ഈ സമ്മർദ്ദങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് ഇപ്പോൾ അന്തിമ കണക്കുകൾ ലഭ്യമായിരിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം രാഷ്ട്രീയ മുന്നണികൾക്കിടയിൽ വിജയപ്രതീക്ഷയും ആശങ്കയും ഒരേപോലെ ഉയർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ സംസ്ഥാനത്ത് സജീവമാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും സംസ്ഥാനത്ത് പോളിംഗ് 79.63% എന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി തപാൽ വോട്ടുകൾ കൂടി കൂട്ടിയപ്പോൾ ശതമാനം ഉയർന്ന അവസ്ഥയാണ്. എന്തായാലും ഇനി എണ്ണാനുള്ളത് സർവീസ് വോട്ടുകൾ മാത്രമാണെന്ന് പറയാം. പ്രതിപക്ഷ നേതാവിന്റെ പരാതിക്ക് പിന്നാലെ കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. അന്തിമ കണക്കുകൾ വരുമ്പോൾ ശതമാനം 80 കടന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ട് കണക്കുകൾ വൈകിട്ടില്ലെന്നും 3 ദിവസം മാത്രമാണ് എടുത്തതെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമ്മർദ്ദങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് ഇപ്പോൾ അന്തിമ കണക്കുകൾ ലഭ്യമായിരിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം രാഷ്ട്രീയ മുന്നണികൾക്കിടയിൽ വിജയപ്രതീക്ഷയും ആശങ്കയും ഒരേപോലെ ഉയർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ സംസ്ഥാനത്ത് സജീവമാകുമെന്ന് ഉറപ്പാണ്.